അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ സമ്മേളനം നടന്നു. ഭയഭക്തിയുള്ളവരായി തീരണമെങ്കിൽ അനേകം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതുണ്ടെന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മൗലവി എം നാസിർ അഹമ്മദ് സാഹിബ് പറഞ്ഞു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ എറണാകുളം ജില്ലാ സമ്മേളനം കാക്കനാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാതാപിതാക്കളോട് കരുണ കാണിക്കുക, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്. വളരെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുപോലും തന്റെ സഹോദരന്മാരോട് വഴക്കടിക്കുകയും അവരെക്കുറിച്ച് ദുർധാരണ വെച്ച് പുലർത്തുകയും ചെയ്യുമ്പോൾ ഭയഭക്തിയിൽ നിന്ന് അകലുന്നു. കളവ് പറയുന്നവർ ദൈവം ഏറ്റവും കഠിനമായി ശിക്ഷിക്കുന്നവരിൽ ഉൾപ്പെടുമെന്നാണ് ഇസ്ലാം നൽകുന്ന പാഠമെന്നും ഉദ്ഘാടകൻ ചൂണ്ടിക്കാട്ടി. നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 16 വർഷം മുമ്പ് നാം ഓരോരുത്തരും അനുഭവിച്ച ആത്മീയ നിർവൃതിയുടെ അനന്തതകളിലേക്ക് നമ്മുടെ ഓർമ്മയെ കൊണ്ടുപോകുന്നുണ്ട്. അമീറുൽ മോമിനീൻ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് സയ്യിദഹുല്ലാഹു തആല ബിൻ അസ്ൽ അസീസ് 2008 ഡിസംബർ 1-ാം തീയതിയാണ് കേരള സന്ദർശനത്തിൻ്റെ അവസാന ദിവസം എറണാകുളത്ത് കഴിച്ചുകൂട്ടുകയും നമ്മയെല്ലാം തന്നെ ആത്മീയ പുളകിതമാക്കിക്കൊണ്ട് നമുക്കെപ്പോഴും തന്നെ ഓർക്കാൻ കുറേ സ്മരണകൾ നമ്മുടെ മനസ്സുകളിൽ ഇട്ടുകൊണ്ട് ഇവിടെ നിന്നും ഡൽഹിയിലേക്ക് വൈകുന്നേരം നമ്മളെ വിട്ടുകൊണ്ട് ഡൽഹിയിലേക്ക് പോയത്. ആ സ്മരണ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. കാലത്തിൻ്റെ ഖലീഫയുടെ ആ വരവിൽ നമ്മൾ ഓരോരുത്തരും തന്നെ കണ്ടത് മലക്കുകൾ എങ്ങനെയാണ് ഇറങ്ങുന്നത് എന്നും മലക്കുകളുടെ സാന്നിധ്യം ഏത് രീതിയിലാണ് എന്നും അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങുന്നത് എത്തരത്തിലാണ് എന്നും അനുഭവിച്ചവരാണ് നമ്മൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി ആ ഒരു സ്മരണ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു ഇല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിനോടൊരിക്കൽ ഒരു വലിയ പണ്ഡിതൻ വന്നുകൊണ്ട് ദൈവം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചതുപോലെ പുഞ്ചിരിക്കാനേ നമുക്ക് കഴിയും. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ തെളിവുകൾ നൽകിയ പണ്ഡിതന് മുമ്പാകെ പുഞ്ചിരിച്ചപ്പോൾ ആ പണ്ഡിതൻ ചോദിക്കേണ്ട, ഇത്ര വലിയ കാര്യം ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ എന്താണ് എന്നെ പരിഹസിക്കുകയാണോ, എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അദ്ദേഹത്തോട് പറഞ്ഞത്, എന്നോട് സംസാരിക്കുന്ന, എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്ന, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന, എപ്പോഴും എന്നോടൊപ്പമുള്ള ആ അസ്തിത്വം ഇല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വിഡ്ഢിത്തത്തെ ഓർത്ത് ഞാൻ ചിരിച്ചു. പരലോകത്തെക്കുറിച്ചുള്ള സ്മരണ ആത്മീയ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച എറണാകുളം ജില്ലാ അമീർ ടി കെ അബൂബക്കർ അഭിപ്രായപ്പെട്ടു. മൗലവി സി എൻ താഹിർ അഹമ്മദ്, മൗലവി സൈനുൽ ആബിദീൻ, മൗലവി മുഹമ്മദ് റാഫി തുടങ്ങിയവർ പ്രസംഗിച്ചു. വർത്തമാനകാല ദുഷ്പ്രവണതകളിൽ നിന്നുള്ള മോചനം, ഇസ്ലാമും ആധുനിക മനുഷ്യനും ആകുലതകളും പരിഹാരങ്ങളും എന്നീ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചാവേദിയും സംഘടിപ്പിച്ചു. ജുനൈദ് അഹമ്മദ് മൗലവി, ഇജാസ് അഹമ്മദ്, EH നജീബ്, PB അഹമ്മദ് കബീർ തുടങ്ങിയവർ പങ്കെടുത്തു. വൈകിട്ട് നടന്ന സമാധാന സമ്മേളനം ഏറെ ശ്രദ്ധേയമായി. തൃക്കാക്കര MLA ഉമാ തോമസാണ് സമാധാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. എല്ലാ മതങ്ങളിലുമുള്ള നന്മകൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സമാധാനം സാധ്യമാകുമെന്ന് അവർ പറഞ്ഞു. കുടുംബം ഇമ്പമുള്ളതാകണമെങ്കിൽ പരസ്പരം പറയാനും കേൾക്കാനും മനസ്സുള്ളവരാകണമെന്നും അവർ പറഞ്ഞു. അഡ്വക്കേറ്റ് ഹസീബ് അഹമ്മദ് ആമുഖ പ്രഭാഷണം നടത്തി. 24 ന്യൂസ് എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് സന്ദേശം നൽകി. ജില്ലയിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.